ഇപ്പോൾ സാംസങ്ങിന്റെ S25 സീരീസ് ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. S25 സീരീസിൽ ഓൾറെഡി 3 ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. S25, S25 പ്ലസ്, അതുപോലെ തന്നെ S25 അൾട്രയും. പക്ഷേ ഈ ഒരു സീരീസിൽ ഒരു ഫോണും കൂടി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ അവർ ഷോ കേസ് ചെയ്തിട്ട് കൂടിയുണ്ട് ആ ഒരു ഇവന്റിൽ. എന്തായാലും ഇപ്പം ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് S25 എഡ്ജ് എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് S25 എഡ്ജിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഇതിൽ ഡൈനാമിക് അമോലെഡ് 2x ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വന്നേക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ തിക്നെസ് വരിക വെറും 6.4 mm മാത്രമായിരിക്കും. വളരെ തിന്നായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇത്. അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നതും. പിന്നെ IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു IP റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8Elite എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. ഇത് സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ S25 സീരീസിൽ വരുന്ന മറ്റു ഫോണുകളിലും ഇതേ സെയിം പ്രോസസ്സർ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും മികച്ച പെർഫോമൻസ് ഇതിൽ വരുന്നതായിരിക്കും. 5G സപ്പോർട്ടൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ 12 GB റാം വരെയും 512 GB ഇന്റേണൽ വരെയും വന്നേക്കാം. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. 3.5 mm ഓഡിയോ ജാക്ക് ഇതിലുണ്ടാവാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടും ഇതിലുണ്ടാവാൻ സാധ്യതയില്ല. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. മിക്കവാറും S25 സീരീസിൽ വരുന്ന മറ്റു ഫോണുകളിലെ പോലെ 7 കൊല്ലത്തെ OS അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പേ വരാൻ സാധ്യതയുള്ളൂ. 200 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. വോയിസിന്റെ സപ്പോർട്ട് ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 50 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. ഇപ്പം S25 സീരീസിൽ വരുന്ന മറ്റ് ഫോണുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോണുകളിലൊക്കെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. എന്തായാലും ടെലിഫോട്ടോ ലെൻസ് ഇവിടെ മിസ്സിംഗ് ആയിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 10 MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 3900 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ബാറ്ററി കപ്പാസിറ്റി കുറച്ചൊന്ന് കുറവായിരിക്കും. പിന്നെ തിക്നെസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി കപ്പാസിറ്റി അധികം കൂട്ടാനും കഴിയില്ല. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വന്നേക്കാം. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. ബാറ്ററി സെറ്റപ്പ് അത്ര മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. ബാറ്ററി കപ്പാസിറ്റി ഒക്കെ കുറവായിരിക്കും തിക്നെസ് കുറഞ്ഞതുകൊണ്ട് തന്നെ. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഏപ്രിലിൽ ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും പുറത്തു വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് ഈ ഫോണിന്റെ വില S25 പ്ലസിന്റെയും അതുപോലെ തന്നെ S25 അൾട്രയുടെയും ഇടയിലായിട്ട് വന്നേക്കാം എന്നാണ്. അതായത് 1 ലക്ഷം രൂപയുടെയും 1,30,000 രൂപയുടെയും ഇടയിലായിട്ട്. അപ്പം ഒരു 1,10,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ എന്നെ കൺഫ്യൂസ് ആക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം S25 പ്ലസിലും S25ലും അടക്കം നമുക്ക് ടെലിഫോട്ടോ ലെൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ S25 പ്ലസിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡൊക്കെ വരുന്നുണ്ട്. എന്നിട്ടും ഇതിന്റെ വില അതിലും കൂടും എന്ന് പറയുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് S25ന്റെ താഴെ വന്നേക്കാം എന്നാണ് ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട്. കാരണം ടെലിഫോട്ടോ ലെൻസ് മിസ്സിംഗ് ആണ്. പിന്നെ 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ വരുന്നുള്ളൂ. എന്തായാലും ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത് വില S25 പ്ലസിന്റെയും അതുപോലെ തന്നെ S25 അൾട്രയുടെയും ഇടയിലായിട്ട് വരുമെന്നാണ്. എന്തായാലും കൺഫർമേഷൻസ് വന്നിട്ടില്ല. എന്തായാലും സാംസങ്ങിന്റെ S25 എഡ്ജ് എന്ന ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.